ലോകത്ത് തന്നെ ഏറ്റവും അധികം വെൽനസ് ടൂറിസം പ്രൊമോട്ട് ചെയ്യേണ്ട രാജ്യവും സാധ്യതയുള്ള രാജ്യവും അല്ലെ ഒരു പ്രദേശവും കേരളം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ടൂറിസത്തിൽ കോവിഡ് കാലത്ത് പോലും ലോക്ക്ഡൗൺ ആയിരുന്ന കാലത്ത് പോലും നമ്മളുടെ കേരളത്തിലെ പല റിസോർട്ടുകളും സജീവമായിരുന്നു. ചില റിസോർട്ടുകളെങ്കിലും ആ സമയത്തും ഫുള്ളായിരുന്നു എന്നുള്ളത് ചിലപ്പോൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരറിവായിരിക്കാം. അത് ഇത്തരം വെൽനസ് ടൂറിസത്തിൻ്റെ ഭാഗമായി ആയുർവേദ ടൂറിസം പ്രോജക്റ്റുകളുണ്ടായിരുന്ന ചില റിസോർട്ടുകളാണ്, പ്രത്യേകിച്ച് നമ്മുടെ ചൊവ്വര മറ്റ് പ്രദേശങ്ങളിലൊക്കെ. ശ്രീലങ്ക ഈ വെൽനസ് ടൂറിസം നമ്മുടെ ആയുർവേദത്തെ ഏതാണ്ടൊക്കെ ഒന്ന് ഹൈജാക്ക് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്ന ഒരു നാടാണ്. ആയുർവേദത്തിൻ്റെ ഒരു ഡെസ്റ്റിനേഷനാണ് അവരെന്ന് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. റഷ്യയിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ശ്രീലങ്കയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ വെൽനസ് ടൂറിസത്തിൻ്റെ ഒരു നാടായിട്ട് കേരളത്തെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. അത് കേരളത്തിലെ റിസോർട്ടുകൾ, നമ്മുടെ ഹോട്ടലുകൾ ഒക്കെ ആ വെൽനസ് ടൂറിസത്തെ വേണ്ട രീതിയിൽ ഇനിയും കുറേ കൂടി ഉപയോഗപ്പെടുത്താനുണ്ട്, പ്രയോജനപ്പെടുത്താനുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൻ്റെ ടൂറിസത്തിനോടുള്ള സമീപനവും മറ്റ് രാജ്യങ്ങളിൽ അവിടുത്തെ രാജ്യങ്ങൾ ടൂറിസത്തിനോട് കാണിക്കുന്ന സമീപനവും എങ്ങനെയാണ് സാറിന് ഫീൽ ചെയ്തിട്ടുള്ളത്? വളരെ സീരിയസ് ആയിട്ട് മറ്റ് രാജ്യങ്ങൾ ടൂറിസത്തിനെ സമീപിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ സർക്കാരൊന്നുമല്ല, ജനങ്ങൾ ടൂറിസത്തിനെ എങ്ങനെയാണ് കാണുന്നത്? ഇത് രണ്ടും സാറിന് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനം കൂടി അതിൽ കൂട്ടിച്ചേർത്ത് കേരളം പറയുന്നതാണ് നന്നാവുക. അത് ശരിയാണ് സാർ. പക്ഷെ നിങ്ങളെ തെറ്റ് പറയില്ല. കാരണം കേരളം ടൂറിസം മേഖലയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളോടല്ല, ലോകത്തെ മറ്റ് രാജ്യങ്ങളോടാണ് എന്നുള്ളത് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ആ ചോദ്യത്തിൽ പെശകില്ല. അതുകൊണ്ടാണല്ലോ സാറേ നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള ലോകം മൊത്തം അറിയപ്പെടുകയും ചെയ്തത്. അപ്പോൾ സാറിൻ്റെ ഒരു അഭിപ്രായം? കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ പുതിയ തലമുറ പ്രത്യേകിച്ച് ടൂറിസം വലിയൊരു സാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ടൂറിസം ഏതൊക്കെയോ ചില പ്രത്യേക ആളുകൾക്ക്, വലിയ വ്യവസായികൾക്ക്, റിസോർട്ട് ഉടമകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവർത്തന മേഖലയാണെന്ന് കരുതിയിരുന്ന ആളുകളുണ്ട്. പക്ഷേ ഇന്ന് ധാരാളം കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ടൂറിസത്തിലെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നവരായി മാറിയിട്ടുണ്ട്. ടൂറിസത്തിനെക്കുറിച്ച് പഠിക്കാൻ, ടൂർ ഓപ്പറേറ്റേഴ്സ് ആവാൻ ഒക്കെ. കാരണം ടൂറിസത്തിൽ നിരവധി മേഖലകളുണ്ട്. അതിനകത്ത് ഒരു ടാക്സി സർവീസ് നടത്തുന്നത് മുതൽ ലോണ്ടറി സർവീസ് നടത്തുന്നത് മുതൽ നിരവധി മേഖലകളിൽ തൊഴിൽ സാധ്യതകളുള്ളതാണ്. അല്ലാതെ ഒരു റിസോർട്ട് നടത്തലോ ഒരു ഹോട്ടൽ നടത്തലോ മാത്രമല്ല ടൂറിസത്തിൻ്റെ സാധ്യത. അനവധി മേഖലകളുണ്ട്. എന്തിനേറെ ഈ ഹോട്ടലുകളിലേക്കും റിസോർട്ടുകളിലേക്കും ആവശ്യമുള്ള സേവനങ്ങളും പ്രോഡക്റ്റുകളും എത്തിച്ചു കൊടുക്കുന്നവർ മുതൽ, ബസ് സർവീസ് നടത്തുന്നവർ മുതൽ, ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകൾ റെഡിയാക്കുന്നവർ മുതൽ, IT പ്രൊഫഷണലുകൾ വരെ ഉള്ള ആളുകൾക്ക് സാധ്യത നൽകുന്ന ഒരു മേഖലയാണ് ടൂറിസം. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല, ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രിയുടെ സാധ്യത കേരളത്തിലെ ഏറ്റവും ഭാവിക്ക് അനുയോജ്യമായ വ്യവസായമായിട്ടാണ് നമ്മളതിനെ രൂപപ്പെടുത്താൻ അടിസ്ഥാനപ്പെടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു മീറ്റിങ്ങിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയം, കേരളീയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ കേരളത്തിൻ്റെ ടൂറിസത്തിന് വേണ്ടിയുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറെടുക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർ നമസ്കാരം, ഞാൻ സുധീർ ചടയമംഗലം, ഡോൺബറി ക്രിയേഷൻസ് ആൻഡ് കൺസൾട്ടൻ്റ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. സാറേ, സന്തോഷ് സാറിനോടാണ് എൻ്റെ ഒരു ചോദ്യം. ഒരിക്കലും പറ്റാത്ത യാത്രാദാഹവുമായി ലോകം മുഴുവനും പാറി പറക്കുന്ന ഒരു മലയാളിയാണ് താങ്കൾ. ലോകത്തിൽ മാത്രമല്ല, സ്പേസിൽ പോലും പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മലയാളിയുമാണ്. അപ്പോൾ താങ്കൾ എല്ലാ സ്ഥലത്തും, ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. എന്നും എത്ര കണ്ടാലും മതി വരാത്ത, എത്ര പ്രാവശ്യം പോയിരുന്നാലും താങ്കൾക്ക് ബോറടിക്കാത്ത ഒരു സ്ഥലമുണ്ടോ? അങ്ങനെ ഒരു സ്ഥലമുണ്ടെങ്കിൽ ഏതാണ്? ഒരു ചോദ്യം. രണ്ടാമത്തതെന്ന് പറയുന്നത്, താങ്കൾക്ക് ഒരു റിട്ടയർമെൻറ്റ് ലൈഫിനെ കുറിച്ചിട്ട് ഞാൻ ആലോചിക്കുന്നില്ല. താങ്കളുടെ വിദൂര സ്വപ്നങ്ങളിലെങ്കിലും ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് ഉണ്ടെങ്കിൽ അത് ഏതൊരു സ്ഥലത്തായിരിക്കണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഞാൻ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. 148 രാജ്യങ്ങൾ ഇപ്പോൾ പിന്നിട്ടു. ഈ 148 രാജ്യത്തേക്കും അങ്ങോട്ട് പറന്നതിന് ശേഷം ഞാൻ തിരിച്ചു പറക്കുന്ന രാജ്യമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാട്. അതുകൊണ്ടാണല്ലോ നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ പറക്കുന്നത്. അപ്പോൾ ഈ നാടിൻ്റെ സാധ്യതയെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. റിട്ടയർമെൻറ്റിന് ശേഷം എങ്ങനെ ജീവിക്കണം എന്ന്, റിട്ടയർമെൻറ്റ് എന്നത് ഞാൻ പറഞ്ഞല്ലോ, പണിയെടുക്കാതിരിക്കലും നല്ല അർത്ഥത്തിലല്ല. ഈ ജോലിക്ക് ശേഷം മറ്റൊരു ജോലി ഉണ്ടെങ്കിൽ
തീർച്ചയായിട്ടും അത് ആളുകളെ അറിവ് നൽകുന്ന, എൻ്റർടൈൻ ചെയ്യുന്ന, ഈ ലോകത്തെക്കുറിച്ച് വീക്ഷണം നൽകുന്ന, ലോകത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാനും കാഴ്ചകൾ കാണിക്കാനും, ലോകം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളം ഉൾപ്പെടുന്ന ആ ഒരു മേഖലയിൽ തന്നെ പ്രവർത്തിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ടൂറിസവും ട്രാവലും എൻ്റെ ജീവിതത്തിൻ്റെ, രക്തത്തിൻ്റെ ഒക്കെ ഭാഗമാണ്. താങ്കളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ. സോ ഞാൻ ഉൾപ്പെടുന്ന പുതുതലമുറക്ക് ലൈക്ക് അറ്റൻഷൻ സ്പാന് വളരെയധികം കുറഞ്ഞു വരുന്നതാണ്. റീൽസ് നിന്ന് 30 സെക്കൻഡ് നിന്ന് 15 സെക്കൻഡിലേക്കൊക്കെ വരുന്നതാണ്. ആ സമയത്താണ് താങ്കളുടെ എക്സ്പീരിയൻസ് സഞ്ചാരിയുടെ ആദ്യകാലത്താണെങ്കിലും സ്പേസ് പ്രൊജക്റ്റ് ആണെങ്കിലും ഹെറിറ്റേജ് വില്ല ആണെങ്കിലൊക്കെ അതൊക്കെ 10ഉം 15ഉം 20 സ്പേസ് പ്രോഗ്രാം ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു ദീർഘവീക്ഷണത്തോടെ കാണാൻ ഇന്നത്തെ തലമുറകൾക്ക്, ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർക്ക് ഒരു 10 കൊല്ലം കഴിഞ്ഞ് 5 കൊല്ലം കഴിയുമ്പോൾ തന്നെ നടക്കുമോ, ഒന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടാവോ എന്നുള്ളൊരു ആശങ്കയാണ്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ താങ്കൾക്ക് ഉണ്ടായിരുന്ന പ്രചോദനവും ഞാൻ ഉൾപ്പെടുന്നവർക്കുള്ള ഒരു ഉപദേശം എന്തായിരിക്കുന്നു? ഡൽഹിയിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ ഡൽഹിയിൽ എത്തലാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഇടയ്ക്ക് വെച്ച് നമ്മളുടെ വഴി മാറിപ്പോവില്ല, ഇടയ്ക്ക് വെച്ച് വഴി നമ്മൾ അവസാനിപ്പിക്കുകയില്ല. നമുക്ക് വ്യക്തമായ ലക്ഷ്യബോധമുണ്ടാവുക, കൃത്യമായൊരു സ്വപ്നമുണ്ടാവുക, ആ സ്വപ്നം മനസ്സിൻ്റെ ഉള്ളിൽ പതിഞ്ഞതായിരിക്കുക, അവിടെ എത്തിയേ തീരൂ എന്ന് ദൃഢനിശ്ചയം എടുത്തതിന് ശേഷം യാത്ര തുടങ്ങുക. അങ്ങനെ യാത്ര ചെയ്താൽ നിങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തുക തന്നെ ചെയ്യും. എത്ര മാസം കഴിഞ്ഞാണേലും വർഷം കഴിഞ്ഞാണേലും അത് തന്നെയായിരിക്കും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം.